السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. സഹോദരങ്ങളെ, ഇനിയൊരു മനുഷ്യൻ ആക്കിയ പ്രവർത്തനം അല്ലെങ്കിൽ ഇനി കുറേ ആൾമാരാക്കിയ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ അങ്ങാക്കിയ സ്വരത്തെ കൂലി ഞങ്ങൾ കിട്ട് അങ്ങാക്കിയ സ്വറായിട്ട് അങ്ങക്ക് ആ കൂലി അങ്ങനെ കിട്ട് അതിലൊട്ടി നമുക്കും കിട്ടും. അതേപോലെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇനി ഒർത്ത അല്ലെങ്കിൽ ഇനി കുറേ ആൾമാർ ബാരങ്ങ ആക്കിയെങ്കത്തെ ബെടക്ക് സ്വറ അങ്ങാക്കിയെങ്കത്തെ തമ്മാടിത്തരങ്ങൾ അതിരെ ശിക്ഷ ഞങ്ങൾ കിട്ട്. ഇത് രണ്ടും നമ്മൾ നാൽച്ചനാക്കി നോക്കറും മിനിങ്ങളെ വളരെ ശ്രദ്ധിക്കണമായ വിഷയം. അത് ചിലപ്പോൾ എത്ര ടൈമായിട്ടിക്കും ഖിയാമം നാൾ തോലും ആവുടെങ്കത്തെ നന്മകളെയും അല്ലെങ്കിൽ തിന്മകളെ പ്രതിഫലമോ ശിക്ഷയോ നമുക്ക് കിട്ടുക. അത് ആൽച്ചന വളരെ ആൽച്ചനാക്കണ വിഷയമാണ്. ഞങ്ങളെ കൊണ്ടിട്ടു ഞങ്ങളെ എന്തെങ്കിലും ഞങ്ങാക്കിയ ജീവിതത്തിലാക്കിയ പ്രവർത്തനങ്ങളെ കൊണ്ടിട്ടു അതിലെ കാരണത്താൽ ഈ ഭൂമി ലോകത്തിലെ ഞങ്ങളെ റായത്തല ഞങ്ങളെ ഔത്തുല ചുറ്റുമാകത്തരായങ്ങളുള്ള ആവുടെങ്കത്തെ പല നിലക്കുള്ള പ്രവർത്തനങ്ങളെ പ്ലസ്സും മൈനസും അത് എത്രയോ വർഷങ്ങൾ നടക്കണമെങ്കിൽ പ്രവർത്തനമായിട്ടിക്കോ അത് ഞങ്ങൾക്ക് ബണ്ടെതിരെ സംബന്ധിച്ചിട്ട് ഗൗരവമായിട്ട് ഞങ്ങൾ അർത്ഥാക്കണം. ആസാറുൽ മുഅ്മിനി അല്ലതി തബ്ഖാ വതുദ്കറു ബഅദൽ ഇൻസാൻ മിൻ ഖൈരിൻ ഔ ശർരിൻ. മനുഷ്യന്മാർ ആക്കിയെങ്കത്തെ ചില പ്രവർത്തനത്തെ ഫലങ്ങൾ അത് ഇവിടെ ബാക്കിയാവടും അതുകൂടെ ചെന്നോണ്ടിക്കിടാറ മനുഷ്യ കഴിഞ്ഞൽ ഭിന്നം അത് നല്ലതായിട്ടിരിക്കും ബെടക്കായിട്ടിരിക്കും. നല്ലതിന് ഉദാഹരണം ഏതുപോലെ മനുഷ്യന്മാർക്ക് പടിപാടി കൊടുത്തെങ്കത്തെ ഇൽമു. ഒരു ഉസ്താദ് മദ്രസ മക്കൾക്ക് അല്ലെങ്കിൽ മുതാലിമീങ്ങൾക്ക് അല്ലെങ്കിൽ റായത്തൻക്ക് ഇൽമു പടിപാടി കൊടുക്കും. പടിപാട്ടിയതിൻ്റെ കൂലി അങ്ങനെ കിട്ട് അപ്പമേ ഹദീസാണ് ചെന്നുകൊണ്ടുള്ളത്. എന്നിട്ട് ആ പടിപാട്ടിയ ഇൽമു കൊണ്ടിട്ടു ആൾമാർ എത്ര പ്രവർത്തിച്ചാറാ എത്ര അതനുസരിച്ച് ജീവിച്ചാറാ അതിലെ കൂലി ഈ ഉസ്താദ് കിട്ടും. ഒരു ദുഹാനിസ്കാരത്തെ സംബന്ധിച്ചിട്ടൊരു ഉസ്താദ് വാഴ് ചൊന്നിട്ടാകുമ്പോൾ അത് കേട്ട് 100 ആളിൽ ഒരു 50 ആള് ദുഹാനിസ്കരിക്ക് തുടങ്ങിയാൽ മരിക്കരോടത്തോളം ആ നിസ്കാര ആറ് നിസ്കരിച്ചാറ ആ ഉസ്താദിന്റെ വാഴ് കാരണത്താൽ അതിലെല്ലാത്ത കൂലി ലക്ഷക്കണക്കായ ദുഹാനിസ്കാരത്തെ കൂലി വെറും 10 നിമിഷം കാങ്കിൻ്റെ വായിച്ചെന്ന് ഉസ്താദ് അല്ലാഹു കൊടുക്കൂ. മനസ്സിലാക്കൂല വിഷയം. അതേപോലെ തന്നെ ഒരു അലിഫ് പടിപാടിയ ഉസ്താദ്, ഒരു ഫാത്തിഹ പടിപാടിയ ഉസ്താദ്, ഒരു ഖുർആൻ പടിപാടിയ ഉസ്താദ്, ഇതുപോലെ പല നന്മകളും പടിപാടിയ ഉസ്താദ്, ആ ഉസ്താദിന് ആ വാഴ് കൊണ്ടിട്ട് എന്തെല്ലാം പരിവർത്തനങ്ങൾ ആ ക്ലാസ് കൊണ്ടിട്ടു ആ ദർസ് കൊണ്ടിട്ടു എന്തെല്ലാം നന്മകളായിടാ എത്ത് നടന്നുകൊണ്ടിരിക്കല അതിലെ കൂലി ഇങ്ങനെ ഉസ്താദ് കിട്ടിയോണ്ടിക്കോ. ഇൽമിൻ അല്ലമോഹോ പടിപാട്ടിയ ഇൽമ. കാരണം അത് ആ ഇൽമൂടെ നിലനിൽക്കൂ, അത് അനുസരിച്ച് പ്രവർത്തിക്കൂ. കാരണം ആ ഉസ്താദിന് വായതും ഉസ്താദിന് ഉപദേശമായിട്ടിരിക്കും. പക്ഷെ അവിടെയും ഞങ്ങൾ അർത്ഥമാക്കുള്ളത് മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈആ. അള്ളാഹു ഈ ഉസ്താദ് കൊടുക്കുന്ന കൂലി അങ്ങനെ ആക്കിയ അമലിന്റെ കൂലി എടുത്ത് കൊടുക്കണല്ല. അങ്ങനെ ദുഃഖാനസ്കാരത്തെ പാതി അങ്ങക്കും പാതി ഉസ്താദിക്ക് അങ്ങനല്ല.
അല്ലെങ്കിൽ അങ്ങാക്കിയെങ്കിൽ അങ്ങോദിയ ഖുർആന്റെ പാതി കൂലി അങ്ങനെ പാതി ഉസ്താദ് അങ്ങനല്ല. അത് അങ്ങനെ മേയ്ക്കും. അതായിട്ട് കോപ്പി പേസ്റ്റ് ഉണ്ട്. അത് അങ്ങനെ മേയ്ക്കിട് അങ്ങനെ അത്രമേ കൂലി കിട്ടും. എന്നിട്ട് ഈ പടിപാട്ടിയാൾക്ക് അള്ളാഹു കൊടുക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഭൂമി ലോകത്തിൽ പണ്ട് കഴിഞ്ഞ വലിയ വലിയ ഉസ്താദന്മാർ ഈ മുട്ടത്തെ കാലത്ത് കഴിഞ്ഞും അതിന് മുട്ടത്തെ കാലം കഴിഞ്ഞും അങ്ങനെ ഇൽമല്ലേ ഞങ്ങൾക്ക് വന്നരെ അയ്യോ പടിപാടിയിട്ടല്ലേ ഞങ്ങൾ കൂടി എത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര കൂലി കിട്ടും. ആ തങ്ങ സ്വഹാബത്ത് പടിപാടിത്ത് പിന്നെ താബീങ്ങ പടിപാടിത്ത് അങ്ങനെ കീൽ ഇങ്ങനെ വന്നത്. ഈ ഇൽമുഖ് ഇങ്ങനെ കിട്ടിയെങ്കിൽ ഇൽമുഖ് ഖുർആനോത്തും നിസ്കാരങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് ഉസ്താദമാറുള്ളാറ്. അത് ആരല്ല എവിടെ മേൽമേൽ പോയ പോലമേ ഇങ്ങനെ കൂലി അങ്ങ് കിട്ടിയോണ്ട് ഖിയാമത്ത് വരെ. ഔ കിതാബിൻ സന്നഫു, അല്ലെങ്കിൽ ഒരു കിതാബ് രചിച്ചാർ. ഒരു ആലിം ഒരു നല്ലൊരു കിതാബ് രചിച്ചിട്ട് ഒരു കിതാബ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അയാൾ മരിച്ചു പോയിട്ട് ആ കിതാബ് മരിക്കില്ല, അതോടെ ബാക്കിയായിക്കിട്ട് ഞങ്ങളെ ഉടമേ ലൈബ്രറിയിൽ 1000 വർഷത്തെ മുന്നത്തെ കിതാബുണ്ട്. അണ്ടുണ്ടാക്കപ്പെട്ട കിതാബ് 1200 വർഷം മുന്നുണ്ടാക്കപ്പെട്ട കിതാബുകളുണ്ട്. ഇങ്ങനെ എത്ര വർഷങ്ങൾ മുന്നുണ്ടാക്കപ്പെട്ട കിതാബുണ്ട്. ഇങ്ങനെ തലാന്തരായിട്ട് ആതെല്ലാം ഓതിയാറാ, ഓതിട്ട് ക്ലാസ് എടുത്താറ്, അമലാക്കിയാറാ, അങ്ങനെ കൂലി എല്ലാം കിട്ടും. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഉമ്മും റിസാല അടക്കമുള്ള എത്ര കിതാബുകളാണ് ഇഖ്തിലാഫുൽ ഹദീസ് പോലും. ബഹുമാനപ്പെട്ട നബി ഇമാം ഉണ്ടാക്കിയ മിൻഹാജ് അടക്കം റൗള അടക്കമുള്ള എത്ര കിതാബുകളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റാസി ഇമാം വലിയ വലിയ അറിയപ്പെട്ട ഇമാമികളെ കിതാബ് 1000 വർഷമായിട്ടും എത്ര ആൽമാർ അതിൽ കോട്ടിക്കെട്ടിൽ ആൽമാർ ഓതിരാറ്. എല്ലാവരും കൂലി അങ്ങനെ കിട്ടും. അങ്ങനെ ജീവിതത്തിൽ ഒരു 2 വർഷമാ 5 വർഷമാ ശ്രമിച്ചിട്ടാക്കിയ ഒരു കിതാബായിരിക്കും. പക്ഷേ ഖിയാമത്ത് വരെ അങ്ങനത്തെ കിതാബുകൾ ബാക്കിയാവും. ഇതിൽ കൂലി അങ്ങനെ കിട്ടും. ഞങ്ങൾ അൽച്ചനാക്കും. ഔ ഹബീസിൻ, അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ടെങ്കിലത്തെ വസ്തുന ഹൈത്തബസൂഹോദര വഖഫാക്കിരാറ്. പള്ളിക്ക് വഖഫാക്കിടെ ജാഗ, പള്ളിക്ക് എന്താക്കടെ കല്ലുങ്ങ വഖഫാക്കിടെ, അല്ലെങ്കിൽ ദർസുക്ക് വഖഫാക്കിടെ, കിതാബുക വഖഫാക്കിടെ, ദർസുക്ക് ജാഗ വഖഫാക്കിടെ, മദ്രസുക്ക് ജാഗ വഖഫാക്കിടെ, ഫഖീർ ഖാനത്തിന് വേണ്ടി വഖഫാക്കിടെ, മുസാഫിർ ഖാനത്തിന് വേണ്ടി വഖഫാക്കിടെ, പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യവസ്ഥകളാക്കി കൊടുക്കൂടെ, ജാഗ കൊടുക്കൂടെ, കല്ലെടുത്ത് കൊടുക്കൂടെ, സിമെന്റ് കൊടുക്കൂടെ. ഔ ബിനാഇൻ ബനൗഹു, അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട ബിൽഡിംഗ്, അങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ, ഒരു പള്ളി ഉണ്ടാക്കിയിട്ടാകുമ്പോൾ, ഒരു മദ്രസ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ, ഒരു ദർസ് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ അവിടെ നടക്കുന്ന നിസ്കാരങ്ങളും സ്വലാത്തുകളും ദിക്റുകളും എഴുത്തികാഫുകളും ഖുർആനോത്തുകളും ഇതെല്ലാത്തിനും കൂടി ആക്കിയാൽ കിട്ടൂ. ഔ കന്തറത്തിൻ ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തായിരിക്കട്ടെ ഇന്നിത്ര വസ്തുക്കൾ, ആ ബ്രിഡ്ജിങ് ഇതുപോലത്തെ എന്തെല്ലാം കൂടെ ആൾമാർക്ക് ഉപകാരത്തിൽ കിട്ടുക ഇങ്ങനെ നിലനിൽക്കണമെങ്കിലത്തെ വസ്തുക്കൾ. ഒരു ജാഗൽ ഒരു കമ്മിറ്റി ബന്ധ കമ്മിറ്റി അങ്ങ് നല്ല ദിക്ർ ഹൽക്ക സ്ഥാപനാക്കിയാൽ ആ ദിക്ർ ഹൽക്ക എത്ര വർഷത്താലും അവിടെ നിലനിൽക്കട എല്ലാത്തും കൂടി ആ സ്ഥാപനാക്കി കിട്ടൂ. അങ്ങാണതൊക്കെ കാരണം നല്ലൊരു സുന്നത്ത് സമാജത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ സംഘടനകൾ ഉണ്ടാക്കിയാൽ, സുന്നത്ത് സമാജത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനകൾ, അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സംഘടനകൾ, പ്രായത്തെ കഷ്ടത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട സംഘടനകൾ, അത് ഉണ്ടാക്കിയിട്ട് അങ്ങ് മരിച്ചു പോയാൽ. പക്ഷെ ഊടത് ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ അതിരെ കൊണ്ടിട്ടു. ഫസ്റ്റ് 5 കൊണ്ട് തുടങ്ങിയിട്ട് 50 എത്തിയിട്ട് പിന്നെ നിരന്തര പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ആ ഫൗണ്ടർമാർക്ക് എത്രയോ കൂലി കിട്ടും. ഒരായത്തെ മദ്രസ 5ാം ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ നിന്ന് പുതിയ കമ്മിറ്റി ബന്ധ് അങ്ങ് ശ്രമിച്ചിട്ട് 8ഉം പൊലിമ്പും 10 ആക്കിയാൽ പിന്നെ ആ 8ഉം പൊലിമ്പും 10 മദ്രസ എത്ര വർഷത്താലും നിൽക്കുക, അതൊരു കൂലി ഇങ്ങനെ കിട്ടുമോ? ഇങ്ങനെ ബുദ്ധിയുള്ള ഇങ്ങനത്തെ കുറെ സ്വറാക്കുക മറന്നിട്ട് ഇതുപോലത്തെ വിഷയങ്ങൾ ചുരുക്കി ചെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്വരങ്ങളാക്കണോ. ഞങ്ങൾ മറിച്ചെങ്കും ബാക്കി അവിടെ പോലത്തെ നിലനിൽക്കിടെ സ്വരങ്ങളാക്കണോ, സദാചാരങ്ങളാക്കണോ, നല്ല സംസ്കാരങ്ങളാക്കണോ. മുനികളെ നിങ്ങൾ ശ്രദ്ധിക്കുകൊണ്ടു നിലനിൽക്കിടെ പോലത്തെ സ്വരങ്ങൾ ചന്ദനാക്കണോ. അതുകൊണ്ട് കിട്ടിയ കൂലി. ഒരു കുടുംബത്തെ യജമാനം ആ ഔത്തുലു നിലനിൽക്കിടെ പോലത്തെ സദാചാരങ്ങളാക്കിട്. ഒരു കുടുംബത്തെ യജമാൻ ഔത്തര യജമാനം ഔത്തുലു തീരുമാനാക്കിട്. അല്ലെങ്കിൽ ആദ്യത്തെടുത്തവണ്ട് എല്ലാവരും മകർ നിസ്കരിച്ചാൽ പിന്നെ ഇഷാത്തോറും മുണ്ടോതീര ഖുർആനോദനം. ബദരീങ്ങളെ ആണ്ടായ ബദരീങ്ങളെ ആ നാളായ എല്ലാ തിങ്ങളെ പൂനെയിലുണ്ട് ബദർ പോലെ തോന്നണം ഔത്തുലു. ഒരു ആചാരം എടുത്തവണ്ട്
വെള്ളിയാഴ്ച എല്ലാവരും ഒട്ടുവരിച്ചിട്ട് ജാവ് കൊർക്ക സുബൈ കൊർക്ക ആൾക്കാർ പോതണം. അതേപോലെ ഒരു 300 സ്വലാത്ത് ചൊല്ലണം. ഒരു ഔത്തുര കുടുംബ യജമാന ഔത്തുല ಹಬ್ಬ ಅವന്റെ പെഞ്ഞായി മക്കളും ആക്കടങ്കത്തെ ഒരു സംസ്കാരമായിട്ടിരിക്കും. റബീഉൽ അവൽ തിങ്കളിൽ ഒരു മൗലൂദാക്കടെ എല്ലാവരും വിളിച്ചിട്ട്, റബീഉൽ ആഖിറാം ഒരു ഖുതുബിയത്താക്കടെ, റമദാൻ തിങ്കളിൽ ഒരു ഇഫ്താർ വ്യവസ്ഥകളാക്കടെ. ഇങ്ങനെ അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് കിട്ട് കൊടുക്കണേ ഒരു 25 കുടുംബത്തിന്. ഇങ്ങനത്തെ ആചാരങ്ങൾ ഒരു കുടുംബത്തെ യജമാനാങ്ങളെ മക്കളും ഇലകമൂത്തുന്ന ആ കുടുംബത്തിന് പടിപാടി കൊടുത്ത എന്നിട്ട് പിന്നെ അവൻ കിടത്തത്തിലായിട്ടാ എങ്ങനെ മരിച്ചിട്ട് പിന്നാലെ. പക്ഷേ അയാളിലെ ആ ഒരു അൽക്കഫും അയാളുണ്ടാക്കിയ ആ മൗലുദും അയാളൗത്തിലുണ്ടാക്കിയ കുതുബിയത്തും അയാളുണ്ടാക്കിയ ഹദ്ദാദുകളും ആ ഔത്തുര സംസ്കാരമായിട്ട് നിലനിണ്ടെത്ത ആ യജമാന ഖബറിൽ കിടക്കുമ്പോൾ ഔത്തുൽ വെച്ചിട്ട് ഇതെല്ലാത്തെയും ആസ്വദിക്കണമെങ്കിൽ അവകാശം അല്ലാഹു തആല കൊടുക്കൂ. ഇതിൽ പെടണം മുഅ്മിനീങ്ങളെ. ഇങ്ങനെ മരിക്കണം. മരിക്കുമ്പോൾ ഇങ്ങനത്തെ നന്മകളാക്കിയിട്ട് മരിക്കണം. റായത്തിൽ കുടുംബത്തിൽ ചുറ്റുമാകുന്ന റായത്തിന് ഞങ്ങളെ കൊണ്ടിട്ട് പലതും ആവുടെ നിലക്ക് നിലനിൽക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാക്കി മരിക്കണോ? അതല്ലേ ഇതിന് ഓപ്പോസിറ്റ് ഇനിയുമുണ്ടോ? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ, ഒരു മുസ്ലിമായ മനുഷ്യന്മാർ ഇസ്ലാം ദീനിൽ ബെടക്കായ ആചാരത്തെ വന്നാറ് എന്നേണ്ടായെങ്കിൽ ആ ബെടക്ക് ആചാരാക്കിയതൊരു ശിക്ഷയുമുണ്ടു. അതിരെ കൺകൊണ്ടിട്ട് എത്ര കൂടെ നിലനിണ്ടെത്ത അനാചാര അതിരെ എല്ലാത്ത ശിക്ഷയും ഓണുക കിട്ടൂ. മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് ഉണ്ടാകപ്പെട്ടെങ്കത്തെ പല നിരക്കുള്ള സ്വരങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് അക്രമമായിട്ടുണ്ടാവണമെങ്കത്തെ, മുസ്ലിമീങ്ങൾ ഉപദ്രാവണമെങ്കത്തെ തീരുമാനങ്ങൾ, അതേപോലെ സിക്കത്തിന് ഹദതഹ ഒരു തെരുവുണ്ടാക്കിയാൽ ആ തെരുവും ചൊമ്മ ആൾമാർക്ക് അക്രമവും ഉപദ്രവവും അങ്ങനത്തെ തെരുവുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അള്ളാഹുടെ ദിക്റിനെ തൊട്ട് തടയിടെ പോലത്തെ പലതും ഉണ്ടാക്കിയാൽ, അള്ളാഹുടെ ഓർക്കൊടുത്തിട്ടും നിസ്കാരത്തെ തൊട്ടിട്ടും പലതിൽ തൊട്ടും ആൾമാരുടെ തടയിടെ പോലത്തെ പല നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയാൽ, ഒരാൾ ബാറുണ്ടാക്കിയിട്ട് മുസ്ലിമീക ബാറുണ്ടാക്കണമെന്നുള്ള പല ജാഗികളും, അല്ലെങ്കിൽ റായത്ത് ക്ലബ് ഉണ്ടാക്കണേ, പല ക്ലബ്ബ് അല്ലെ പല ക്ലബ്ബ് ചില റായത്ത് അങ്ങനെ ഉണ്ടാക്കണാറ്, ബാങ്ക് ഉണ്ടാക്കണേ അല്ലെ ബാങ്ക് ജാഗി കൊടുക്കണേ, അതേപോലെ തന്നെ സിനിമ തിയേറ്ററിന് ഉണ്ടാക്കണേ അല്ലെ ഇൻഷുറൻസ് പോലത്തെ ഹറാമായ വ്യവസ്ഥകൾ അത് വ്യവസ്ഥ ആക്കണേ, അതെങ്കിൽ ഇതുപോലത്തെ ഷിർക്കിന് വേണ്ടി അവിടെ പോലത്തെ പ്രവർത്തനങ്ങളാക്കണേ, അതേപോലെ ഡാൻസിങ് ഇങ്ങനെ നിലക്കുള്ള അതുപോലത്തെ ബെടക്കത്തരങ്ങൾ തുടങ്ങിടെ, അല്ലെങ്കിൽ തുടങ്ങിടെ എനിക്ക് പ്രേരണ അവിടെ, അല്ലെങ്കിൽ തുടങ്ങുക ജാഗ കൊടുക്കൂടെ, അതില്ലെങ്കിൽ ബാടിക റൂം കൊടുക്കൂടെ എന്നെങ്കാ പിന്നെ അവിടെ നടക്കണേ എല്ലാ അനാചാരവും അങ്കതിന് ശിക്ഷ കിട്ടേ അതിലെടുത്ത് തന്നില്ലേ. പക്ഷേ ഇതൊക്കെ കാരണകർത്തരായ ജാഗ കൊടുത്തേ പൈസ കൊടുത്തേ തുടങ്ങിയവണക്കും അവിടെ തിയാമെന്നാൽ തോന്നത് വെളിഞ്ഞുകൊണ്ട് പോയ എല്ലാ ശിക്ഷയും ഈ വ്യക്തി കിട്ടൂ. നഊദുബില്ല ഇനോർത്താക്കിയ ദോഷ ഞങ്ങൾ വിദ്യാർത്ഥിക്കാർ മുബത്തദീങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസറെ വ്യവസ്ഥയാക്കി കൊടുക്കടേ, അതിന് വേണ്ടി ഹാളുകൾ വ്യവസ്ഥയാക്കി കൊടുക്കടേ, അല്ലെങ്കിൽ അതൊക്കെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കടേ. റായത്ത് തബ്ലീഗ് ജമാഅത്ത് വരുമ്പോൾ ഇന്നോട് സലഫിങ് വരുമ്പോൾ എനിക്ക് വ്യവസ്ഥകൾ വാഴക അവകാശമാക്കി കൊടുക്കടേ, എനിക്ക് ജാഗി കൊടുക്കടേ, അതിന് വേണ്ടി വ്യവസ്ഥ ആക്കി കൊടുക്കടേ. എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്തെങ്കിലും ഒരു ബിസിനസ് ലാഭിക്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുടുംബ ലാഭങ്ങൾ പലതും വിൽക്കോ, അതിന് വേണ്ടിയിട്ട് വ്യവസ്ഥ ആക്കി കൊടുക്കടേ. നാനല്ലേ നാ സുന്നി, പക്ഷെ നാട് അതിക്ക് വേണ്ടിയിട്ട് വ്യവസ്ഥകളാക്കി കൊടുക്കടേ. അപ്പോൾ ഞാൻ ആർച്ചനാക്കണോ ആ ഓൺ പിന്നെ തൗബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ അവിടെ എന്ത് നടന്നിട്ട് പിന്നെ അവിടെ ബിദ്അത്തിന്റെ കൊട്ടാരങ്ങളെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് അത് കാരണത്താൽ ആറായത്തിൽ ചൊമ്മാൽ സലഫിയായാർ, ആറായത്ത് ചൊമ്മാൽ തബ്ലീഗായാർ, ആറായത്ത് ചൊമ്മാൽ ജമാഅത്തെ ഇസ്ലാമി പോലത്തെ സംഘടനകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ട് നിസ്കാര തറാവിയിട്ട് പെണ്ണുങ്ങ വള്ളിക്ക് പോകണം. ഔലിയാക്കന്മാർ അങ്ങനെ എല്ലാ നിലക്കുള്ള എന്തെല്ലാം ഇസ്ലാമിക വിരുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിക്ക് വിരുദ്ധമായി നടക്കണ എല്ലാത്തെയും ശിക്ഷ ഈ തുടങ്ങുക കാരണകർത്തരായ ആളുകൾ കിട്ടൂ. പുതിയ പുതിയ സംഘടനകൾ ഞങ്ങൾ ആലോചനാക്കണം. സംഘടനകളായി തുടങ്ങരുത്.
പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓണക്ക് അതിലെല്ലാം അനാചാരവും അപ്പുടൂസും കുന്തായിട്ട് പുറത്ത് വേണ്ട പുറത്ത് ബന്ധെങ്കും അവിടെ ആ റായത്തിലും കുറെ ആൾമാർ അതിരെ വിരോധത്തിൽ പോയി ഓണ്ടിക്കിടാറ് അതിലെല്ലത്തെ ശിക്ഷ ഓണ്ട് തലക്ക് വന്നിട്ട് പോളൂ ഒക്കെ അക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല നിലക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് അല്ലേ? അക്രമമായ തീരുമാനം, പാവത്തൻ കുപ്പദ്രാവിടെ തീരുമാനം, അത് പള്ളി കമ്മിറ്റി ആയിട്ടിക്കോ പല സംഘടനകളായിട്ടിക്കോ ആക്കടെ തീരുമാനം ദീനി വിരുദ്ധമാണ്, പാവത്തൻ കുപ്പദ്രാവുടേതായിട്ടിക്കോ പല നിലക്കുള്ള ഇസ്ലാം വിരുദ്ധമാക്കിയതായിട്ടിക്കോ ഹക്കും ബാത്തിലും ഇല്ലാതെ ചിലപ്പോൾ ഇൽമില്ലാത്തത് കൊണ്ട് തീരുമാനം എടുത്തു പോയുണ്ടായെങ്കിൽ ആ തീരുമാനത്തെ തുടർന്നിട്ട് അവിടെ എന്തുള്ള പിന്നീട് നടക്കട അതെല്ലത്തെയും ശിക്ഷ ആ ദീനി വിരുദ്ധമായ തീരുമാനം എടുത്ത ആൾക്ക് വർഷങ്ങളോളം കിട്ടൂ. മറിച്ചെങ്കും തപ്പല ജാഗ്രതാക്കണം. വലിയ വലിയ സ്ഥാനത്തുള്ള ആൾമാർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കുടുംബത്തെ യജമാന മനസ്സിലാക്കുകൊണ്ടു ഒരു കുടുംബത്തെ യജമാനായിട്ടിക്കുമ്പോൾ ആ കുടുംബത്തെ ആചാരങ്ങൾ സംസ്കാരങ്ങൾ അനിസ്ലാമിക സംസ്കാരമായിട്ടുണ്ടായെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആയത്ത് എപ്പോഴും ഞങ്ങൾ തലയിൽ വെച്ചല്ലോ. ഒരു കുടുംബത്തില് ആ കുടുംബത്തെ യജമാന ആ കുടുംബത്തിൽ നടക്കുന്ന അനാചാരത്തിന് കാരണമായാണ്ടായെങ്കിൽ ഡെയിലി ആ ഔത്തുലു സീരിയൽ നോക്കണമെങ്കിൽ താവ പിക്ചർ നോക്കണേ അബ്ബമേ തുടങ്ങിയിട്ട് മക്കൾ പിക്ചറും ഡാൻസിങ്ങും കാട്ടേ. അതേപോലെ മക്കളെ വിളിച്ചുകൊണ്ട് ഹറാമായ പിക്നിക് ഹറാമുള്ളെങ്കത്തെ ജാഗിക്ക് സഫർക്ക് വിളിച്ചുകൊണ്ട് ഹറാമുടെ കൂത്താട്ടമുള്ളെങ്കത്തെ ജാഗിക്ക് പോയിട്ട് മക്കൾക്ക് കാട്ടിക്കൊടുക്കണേ. ഇവിടെ മനോരഞ്ജനാക്കണേ മക്കൾക്ക് കൊസിയാക്കോ വേണ്ടിയിട്ട്. ആൺകിഷ്ടകൾ നടക്കുമ്പോൾ അതൊക്കെ നിങ്ങളെ മക്കളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഔത്തുൽ നടക്കടെ മങ്ങിലകളും അതുപോലെ മൊയ്ലാൻസികളും യെല്ലോ ഡേകളും വൈറ്റ് ഡേകളും അതേപോലെ താളങ്ങളും പെണ്ണുനോക്കലുകളെല്ലാം ഇസ്ലാമിക വിരുദ്ധമാവിടെ എന്തെല്ലാം വീഡിയോ ആക്കിയിട്ട് എങ്ങനെ ആണും പെണ്ണും മിക്സ് ആക്കിയിട്ട് എല്ലാ ഡാൻസുകളും ആക്കിയിട്ട് അല്ലെങ്കിൽ പല നിലക്കുള്ള ഇസ്ലാമിക വിരുദ്ധമായി ഇസ്ലാം വിരോധിച്ച നിലക്കുള്ള സംസ്കാരങ്ങൾ ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ അതിക്ക് സപ്പോർട്ടാക്കിയിട്ടാക്കി പാട്ടേ. അതേപോലെ വിദ്യാർത്ഥികൾക്ക് വിഷയമല്ല വിദ്യാർത്ഥിനെ എങ്ങനെ അങ്ങനെ ബന്ധത്തിലിക്ക പിരിസത്തിലിക്ക അങ്ങനെ അംഗമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. ബഡ്ഡി വലിയ വിഷയമല്ലാണ് മക്കൾക്ക് എന്ത് വിഷയം പോകണ്ടേ ബംഗാർ വയ്ക്കരുത് പൈസ അർത്ഥമുണ്ട്. കമ്പുള പോലത്തെ ഇസ്ലാമിക വിരുദ്ധമായ വസ്തുക്കൾക്ക് മക്കളെ വിളിച്ചു പോകണ്ടേ അതിക്ക് സപ്പോർട്ടാക്കടേ അത് വിളയുക കാരണകർത്താറാവിടെ അതിക്ക് വേണ്ടിയിട്ട് എന്തൊരു ബാനർ ഇട്ടിട്ടും മറ്റും അതിന് പ്രചാരാക്കടേ. ഇസ്ലാമിക വിരുദ്ധത്തിൽ ഒരു മൃഗത്ത് കടിക്കോ തീരുവ ഹറാമല്ലേ പാടുണ്ട മൃഗത്ത് കടിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കണമാ മനസ്സിലാക്കുകൊണ്ടു. ഈ നിലക്ക് ഇസ്ലാമിക വിരുദ്ധമായ ഒരു സന്നിവേശം ഒരു കുടുംബത്തിൽ ഒരു മനുഷ്യ ആക്കിയിട്ട് ആ കുടുംബത്തെ ആ ചുറ്റുഭാഗമേ പിക്ചറുകളും ഡാൻസുകളും പാട്ടുകളും കമ്പുളകളും ബെറ്റിങ്ങുകളും ബഡ്ഡികളും വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു അന്തരീക്ഷ ആ കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യ മരിച്ചു പോണ്ട. പക്ഷേ ഈ മനുഷ്യ ആ കുടുംബത്തിൽ നടക്കുന്ന പല അനാചാരത്തിന് കാരണകർത്തരായിട്ട് ഇന്നാണ്ടായെങ്കിൽ ഓൾ മറിച്ചിട്ട് പിന്നെയും കൊണ്ട് കബർക്ക് ഈ ദുനിയാവിൽ നടക്ക എല്ലാ ബെടക്കത്തര മക്കളെ കാലത്തും പുള്ളിമാരെ കാലത്തും ചള്ളിമാരെ കാലത്തിലും 10 തലമാറ് കഴിഞ്ഞിട്ടും ആ കുടുംബത്തിൽ നിൽക്കുന്ന അനാചാരത്തെ സർവത്തെ ശിക്ഷ ഈ കുടുംബ യജമാനന്റെ തലയിൽ തത്തുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി ആ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യ മുന്നലാക്കിയെങ്കിലത്തെ പ്രവർത്തനവും അതിൽ പിന്നെ ഓണ്ട കാരണത്താൽ പിന്നെ ഉണ്ടാക്കപ്പെട്ട പ്രവർത്തനങ്ങളും ഓൺ അറിയിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആനാണ് ചൊല്ല്. പണ്ടത്തെ അബ്ബമാർ ഞങ്ങളെ ഉപ്പാപ്പമാർ നല്ല കാലത്തിൽ ഇന്നത്തെ വാക്കിയ സൂറത്തുകളും മുൽക്കു സൂറത്തുകളും മാലകളും പല നിലക്കുള്ള ഔത്രാനാചാരങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഇപ്പത്തെ പല നിലക്കുള്ള ഫാഷൻ യുഗത്തിൽ പല നിലക്കുള്ള അസംസ്കൃതകൾ നിങ്ങളെ ഔത്തുള്ള നാദത്താക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുള്ളതാണ്. അങ്ങനെ എല്ലാ തപ്പുകളും ഇങ്ങ വഹിക്കട്ട് ബാരനാക്കി തപ്പുടെ ഇയർത്തൊട്ടു ഖുർആൻ ചൊല്ലെ ഖിയാമത്ത് ചൊമ്മാൽമാരെ തെരുതപ്പാടിങ്കത്തെ ഈ തപ്പുങ്ങ അതിരെ ശിക്ഷ ഓന്റെ തലക്ക് കത്തു ഓണതെർത്തൊട്ടു ബിഗൈരിൽ മീൻ ആക്കുമ്പോൾ ഗൊಂತಿല്ലെങ്കിൽ അവിടെ ಉಂಟು ഇതിരെ തൊണ്ട് നാണിപ്പിങ്ങനത്തെ ഒരു പ്രവർത്തനം ഔത്തിലാക്കിയ റായത്തിലാക്കിയ കുടുംബത്തിലാക്കിയ റായത്തിൽ പുതിയ പുതിയ എവിടമാ മങ്ങില നോക്കിയിട്ട് എവിടമാ കുടുംബത്തില മൈക്കാത്തില കാസർഗോഡ് നടന്ന അനാചാരം നോക്കിയിട്ട് ഞങ്ങൾ ഔത്തി എടുത്ത് വന്നിട്ടിട്ട് അത് നോക്കിയിട്ട് കുട്ടിച്ചുത്തുമാകത്തും അതേ മങ്ങിലകളും അതേ ശൈലികളാക്കടേ
പരിശുദ്ധ ഖുർആൻ ചൊല്ല് ഇത് ആക്കുമ്പോ ഗൊന്തില്ല ഉണങ്ങി ഇങ്ങനെ ലാവുടുണ്ട്. പക്ഷേ പിന്നീട് ഇതിന്റെ കാരണത്താൽ എന്തിനാക്കിത്ത എല്ലാത്തെ തപ്പ് കൊണ്ട് തലയിലോട് വഹിക്കണോ അലാസമായ സിറൂ നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ വിഷയം വളരെ ചീത്തയാണ്. നഹൽ സൂറത്തുൽ ചൊല്ലി എത്ര ജാഗൽ ഖുർആൻ ഈ വിഷയമുള്ളൂ. അങ്കബൂത്ത് സൂറത്തുൽ ചൊല്ലി അങ്ങനെ തിന്ന ഇരുത്തര തിന്ന പിന്നും അട്ടിയായതുകൊണ്ട് തലക്കിട്ട് 10 ആളാക്കിയാർ 100 ആളാക്കിയാർ 1000 ആളാക്കിയാർ 1,00,000 ആളാക്കിയാർ കൊണ്ട് കാരണത്താൽ അതെല്ലാത്തെയും കൊണ്ട് തലകെടുത്ത് വന്നിട്ടിട്ട് എന്നിട്ട് ഖിയാമത്ത് അല്ലാഹു തആല കൊണ്ടിട്ട് കേക്ക് കൊണ്ടു പല നിലക്കുള്ള കോൽക്കളികൾ രായത്തിലുണ്ടാക്കടെ. പെണ്ണിങ്ങ പരസ്പര കൈ കൊടുക്കട ആണും പെണ്ണും കണക്കേ ഇല്ല മങ്ങിത്തവിടെ ഒന്ന് ഇതല്ല സ്റ്റേജിൽ വന്നിട്ട് എല്ലാവരും കണ്ട പോലെ നിപ്പാട്ട് ഇതെല്ലാത്തവും ഞങ്ങൾ മനസ്സിലാക്കൊണ്ടു. ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ എത്ര അതിനെ തുടർന്നിട്ട് നോക്കിയിട്ട് വേറെങ്ങാക്കിയാറോ അങ്ങനല്ലേ വേണ്ടേ. അസംസ്കാര ചെന്നത് ആരും കൊടുത്ത് ആക്കി നോക്കിയിട്ട് നൻ്റെ മൂലമെങ്കില നൻ്റെ പെങ്ങളമെങ്കിൽ അതിരെ കാണ്ടി നല്ല ആവണം. ഏത് വിഷയത്തിലും ബുർദ മജ്ലിസ് ആക്കിയിട്ട് ആലിമീങ്ങളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ വേറെ പാവത്തങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ടല്ല ഫൈറ്റിങ്. പിന്നെ അവിടെ ഡാൻസ് ചെയ്ത് അവിടെ പിക്ചർ ചെയ്ത് അവിടെ അങ്ങനത്തെ പാട്ടയിട്ട് ഇങ്ങനത്തെ പാട്ടയിട്ട് നല്ലത് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം. അപ്പോൾ ആരെല്ലാം ಅದಕ್ಕೆ ಕಾರಣ ಎಲ್ಲರಿಗೂ ಅದು ದೋಷಿಕಿಟ್ಟು ചുരുക്കിയിട്ട് ഞാൻ ഇപ്പാട്ടെ ഞങ്ങൾ സ്വന്തം തപ്പാക്കടത് വിഷയം വേറെ അതൊരു ശിക്ഷ ഞങ്ങൾക്ക് മാത്രമേ കിട്ടേ. പക്ഷേ ഞങ്ങൾ ആൽച്ചനാക്കുന്നു ഞങ്ങളെ കാരണത്താൽ ഞങ്ങളെ എന്തെങ്കിലും ഒരു പ്രവർത്തന കാരണത്താൽ ഞങ്ങളെ അധികാര കാരണത്താൽ ഞങ്ങാക്കി എന്തെങ്കിലും ഒരു പ്രമാദം കൊണ്ടിട്ടു ആ വേറെ ആരെങ്കിലും ഒരാൾമാരേക്ക് ബലിപശുവിടുക കാരണകർത്തരായെങ്കിൽ അത് വലിയ ഡേഞ്ചറാണ്. സ്വന്തം തപ്പാക്കടെ പോലല്ല ഞങ്ങളെ കൊണ്ട് വേറെ തപ്പാക്കരുത്. ഈ ബെടക്കാക്കിയ ആൾമാർക്ക് നായകത്വ കൊടുത്തിട്ടോണ് പോണ്ട ഇനൊരു ജാഗിൽ ചൊല്ലു അങ്ങനെ എല്ലാവരും വിളിച്ചു പോയിട്ട് പോണ് നരകത്തുക്ക് പോണ്ടെങ്കിൽ ലീഡറായിട്ട് കിട ഈ മനുഷ്യ ദുനിയാവുൽ ബെടക്ക് എടുത്തു പോയ മനുഷ്യ നാളെ ചെയ്യാമെന്നാലും ലീഡറാണ്. അങ്ങനെ നരകത്തുക്ക് വിളിച്ചു പോകണം ഒട്ടിಗೆ ഉബൈസുൽ വിറുദുൽ മൗറൂദ് ഓൺ പോണ്ട ജാഗ വളരെ ചീത്തമാണ് ഖുർആൻ ചെന്നുകൊണ്ടുണ്ട്. ആയതുകൊണ്ട് ഈ ഒരു ആയത്തിനെ സമാനങ്ങ തലൽ വെച്ചിട്ട് യാസീൻ ഓതുമ്പം അല്ലാത്തപ്പം ഇതിന് തലൽ വെച്ചിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ കൊണ്ടിട്ട് ചൊമ്മ നന്മ ആക്കണോ. അതേപോലെ ചൊമ്മ നന്മകൾ കുടുംബത്തിലും റായത്തിലും ചങ്ങായിമാരിടലും നടക്കുകയോ ചൊമ്മ വർഷക്കാലം നടക്കുകയോ നന്മകൾ നടക്കുകയോ ഞങ്ങൾ കാരണകർത്തരായിട്ട് പറഞ്ഞു. ഞങ്ങളെ അധികാരവും ഞങ്ങളെ കഴിവും ഞങ്ങളെ ബുദ്ധിയും അതൊക്കെ മീസലാക്കണോ. ഒരു നിലക്കും ഞങ്ങൾ തപ്പാകുക അഥവാ ഞങ്ങളെ കൊണ്ടിട്ട് വേറെ ഒരു നിലക്കും തപ്പുക കാരണകർത്തനായി ബർഗതീറാ. അള്ളാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്ത് ആരക്കുറവെന്ന് മാഫാക്കിയിട്ട് ഇനിയുള്ള ജീവിതം അള്ളാഹുക്ക് സമർപ്പനാക്കിയിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കൂ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ മരിച്ചും ഞങ്ങളിൽ പിന്നെ ചൊമ്മ നിലനിൽക്കുന്ന വർഷങ്ങളോളം നിലനിൽക്കണമെങ്കിൽ ധാരാളം അമലുകളാക്കിയിട്ട് മരിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ മരിച്ചിട്ട് പിന്നെയും അല്ല ഞങ്ങളുടെ ഹയാത്ത് കാലത്തെ ഞങ്ങളെ കൊണ്ടിട്ട് ചൊമ്മ ബെടക്കത്തര പ്രവർത്തനങ്ങൾ ഞങ്ങൾ മിനറാകെ മേൽപ്പേരുണ്ടാക്കടെ അതിൽ ബേരങ്ങൾ വിളിക്കടെ ഇതുപോലത്തെ അടക്കമുള്ള എല്ലാ നിലക്കുള്ള ബെടക്ക് പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ആവാണ്ടിക്കുക വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിൽ നിന്ന് ദൂരത്താവുക തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികൾ വിഷമത്തിലുള്ളങ്ങ ടെൻഷനുള്ളങ്ങ ബലായിലുള്ളങ്ങ എല്ലാ പ്രയാസത്തിലുള്ളങ്ങ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.